ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ പിടിച്ചുവെച്ചാൽ അതിന് വ്യക്തമായ കാരണം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതൊരു അസാധാരണ വിധി തന്നെയാണെന്ന് പറയാൻ കഴിയും. ഇന്ന് ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട് നൽകിയ ഒരു കേസുണ്ട്. അതായത് ഗവർണർ RN രവി ഈ ബില്ലുകൾ പിടിച്ചുവെച്ച് അത് പാസ്സാക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. ഈ വിധിയിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതിയും എത്ര സമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ വിധിയുടെ പകർപ്പ് പുറത്തു വന്നത്. അപ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യത അല്ലെങ്കിൽ ഈ രാഷ്ട്രപതിക്കും ഒരു സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നത്. അതായത് ഗവർണർ രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അയച്ചാൽ രാഷ്ട്രപതി അത് 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ അത് തള്ളുകയോ ഒപ്പിടുകയോ അല്ലെങ്കിൽ വിശദീകരണം തേടുകയോ അടക്കമുള്ള കാര്യങ്ങളിൽ 3 മാസം, അതിനപ്പുറത്തേക്ക് ആ സമയം നീട്ടിക്കൊണ്ട് പോകരുത് എന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതിയുടെ ഈ വിധിയിലുള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് പിടിച്ചുവെക്കൽ അല്ലെങ്കിൽ തീരുമാനം വൈകുന്ന സാഹചര്യം ഉണ്ടായാൽ രേഖാമൂലം എന്തുകൊണ്ടാണ് ഈ ബില്ല് തീരുമാനമെടുക്കാത്തത് എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്, ഏത് സംസ്ഥാനം നിയമസഭ പാസാക്കിയ ബില്ലാണോ ആ സംസ്ഥാന സർക്കാരിന് രേഖാമൂലം വ്യക്തമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ അത് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ അറിയിക്കണമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് നിർദ്ദേശിക്കുകയാണ് സുപ്രീം കോടതി. മാത്രമല്ല, ഇനി എന്തെങ്കിലും കാരണം ഇതിങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, ഇത്തരത്തിൽ തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ രാഷ്ട്രപതിയുടെ ഈ തീരുമാനത്തെ സംസ്ഥാനങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നുള്ള കാര്യവും കൂടി ഈ വിധിയിൽ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നുള്ളത്, രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമില്ല എന്നുള്ളത്, ബില്ലുകളിൽ വീറ്റോ അധികാരമില്ല എന്ന് കൂടി ഈ വിധിയിൽ പറയുന്നുണ്ട്. ഇതാദ്യമായാണ്, ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിക്കുക അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല. ആദ്യമായാണ് ഇങ്ങനെ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ഒരു സമയപരിധി നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർമാർക്ക് രാഷ്ട്രപതി ഒരു ബില്ലിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയുടെ 201 അനുച്ഛേദത്തിലാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് അതിൽ ഈ തള്ളുക അല്ലെങ്കിൽ ഒപ്പിടുക അത്തരത്തിൽ കാര്യങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ എത്ര സമയത്തിനുള്ളിൽ ആ ബില്ല് പാസ്സാക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ ആ ബില്ലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞിരുന്നില്ല. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വൈകരുതെന്ന് പറഞ്ഞു വെക്കുന്നു. വിവിധ കമ്മീഷനുകളുടെ അടക്കം റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസുമാരായ JB പർദേവാല, അതുപോലെ തന്നെ R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് ഈ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുള്ളത്, ഈ ഗവർണർമാരുടെ ഈ ബില്ലുകളിലുള്ള തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു മാസം മുതൽ 3 മാസം വരെ എന്നുള്ളതാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ബില്ല് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് 1 മാസത്തിനകം തന്നെ അത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാത്ത പക്ഷം അത് 3 മാസത്തിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള കാര്യവും കൂടി സുപ്രീം കോടതി ഈ വിധിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമായാണ് ഇത്തരത്തിൽ രാഷ്ട്രപതി ഒരു ബില്ല്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചാൽ ആ ബില്ല് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും 3 മാസത്തിനുള്ളിൽ ആ തീരുമാനം വേണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് വൈകുന്നു എന്നുള്ള കാര്യം രേഖാമൂലം ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും സുപ്രീം കോടതി ഈ വിധിയിൽ പറഞ്ഞു വെക്കുന്നു. ശരി, ആന്റണി ജിസ്റ്റോൾ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.